ഈ ആന ഒക്ടോബർ 1 മുതൽ ഇങ്ങനെ വരുന്നത് ഡെയിലി ഈ ആനയെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആനയുടെ സ്വഭാവങ്ങളിൽ ചേഞ്ച് വരുത്തുന്നുണ്ടോ, ആന റൂട്ട് മാറ്റുന്നുണ്ടോ, ആന ഓരോ ദിവസവും എന്താണ് ചെയ്യുന്നത്, അത് തിരിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ആളുകളുടെ ഇടയിലേക്ക് വരുന്നുണ്ടോ, ഇത് കൃത്യമായിട്ട് നമ്മളിവിടെ മോണിറ്റർ ചെയ്യും. ഈ ജനവാസ മേഖലയിൽ നിൽക്കുന്നു, എപ്പോൾ തിരിച്ചു പോകുന്നു, കൃത്യ ടൈം സഹിതം ഫോട്ടോസ് സഹിതം ഡെയിലി മോണിറ്റർ ചെയ്യുകയും അത് റിപ്പോർട്ട് ഡിവിഷൻ ലെവലിൽ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ കൊടുക്കുകയും അവിടുന്ന് ഇത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, തിരുവനന്തപുരം ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു നേരിട്ടുള്ള ഒരു ഇതും ഈ സ്റ്റേറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയും കൂടെ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ ഒരു ആന വരുന്ന പോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കൊമ്പൻ ആനകളാണ് വരുന്നത്. വളരെ സൈലൻ്റായിട്ട് വന്ന് ഇറങ്ങി പോകുന്നത്. അത് കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്, വരുന്ന ട്രാക്ക് എടുക്കുന്നുണ്ട്, ടൈമുണ്ട്, ഇതെല്ലാം മോണിറ്റർ ചെയ്ത് തന്നെയാണ് ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആനകൾ നിലവിൽ വളരെ സൈലൻ്റായിട്ട് ഇവിടെ റബ്ബർ തോട്ടത്തിൽ കൂടെ കുറച്ച് ദൂരം സഞ്ചരിക്കുന്നു. ഒരു 700 മീറ്ററാണ് പോകുന്നത്. അവിടെ പോയിട്ട് ആ കൈത കഴിച്ച് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. വെറും ഒരു 60 സെക്കൻഡിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ റോഡ് ക്രോസ് ചെയ്യുന്നുള്ളൂ.